തൃശൂർ അശ്വിനി ആശുപത്രി പരിസരത്ത് വെള്ളക്കെട്ടിലായ കുടുംബങ്ങളെ പൂങ്കുന്നം സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുമെന്ന് പി ബാലചന്ദ്രൻ എം.എൽ.എ. തൃശൂർ നഗരത്തിലെ കാനകൾ വികസിപ്പിക്കുന്നതിന് മാസ്റ്റർ പദ്ധതി തയ്യാറാക്കുമെന്ന് മേയർ എം.കെ. വർഗീസ്. ബുധനാഴ്ച വൈകുന്നേരം പെയ്ത കനത്ത മഴയിൽ വെള്ളക്കെട്ടിലായ അശ്വിനി ആശുപത്രിയും പരിസരവും വ്യാഴാഴ്ച രാവിലെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഇരുവരും. അശ്വിനി ആശുപത്രി പരിസരത്ത് വെള്ളക്കെട്ടിലായ കുടുംബങ്ങളെ പൂങ്കുന്നം സ്കൂളിൽ പുനരധിവസിപ്പിക്കുന്നതിനും വെള്ളക്കെട്ട് കരുതി പരിഹരിക്കുന്നതിനുമായി തൃശൂർ വില്ലേജ് ഓഫീസറെ നോഡൽ ഓഫീസറായി ചുമതലപ്പെടുത്തുമെന്ന് പി ബാലചന്ദ്രൻ എം.എൽ.എ. പറഞ്ഞു. പെയ്ത്തുവെള്ളം മുഴുവൻ ഉൾക്കൊണ്ടിരുന്ന ഈ പ്രദേശത്തെ പാടങ്ങൾ, കോലോത്തുംപാട് ഉൾപ്പെടെയുള്ള പ്രദേശത്തെ പാടങ്ങൾ തൂർന്നുപോയി. ആ വെള്ളം മുഴുവൻ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഇതിലാണ് എത്തുന്നത്, അശ്വിനി ജംഗ്ഷനിലാണ് എത്തുന്നത്. അത് ഒഴിഞ്ഞു പോകുന്നതിനുള്ള കാനയ്ക്ക് വിസ്തീർണമില്ല. മാത്രമല്ല, ഈ കാനയെ ക്രോസ് ചെയ്തുകൊണ്ട് ചില ടണലുകളും ചില പൈപ്പുകളും പോകുന്നുണ്ട്. അതിൽ വന്ന് കുപ്പികളും ചവറും അടിഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെടുകയാണ്. അങ്ങനെ ഇവിടെ ഒഴുക്ക് തടസ്സപ്പെടുമ്പോൾ ഇവിടുത്തെ വെള്ളം ഇതിന് രണ്ട് വശത്തേക്കൂടും ചെറിയ ഓടകളുണ്ട്. ഈ ഓടകളിലൂടെ താഴ്ന്ന പ്രദേശത്തേക്ക് ഓവർഫ്ലോ ചെയ്യുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ളവർക്ക് ഷെൽട്ടർ ഏർപ്പെടുത്താൻ തഹസിൽദാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മാറ്റിപ്പാർപ്പിക്കുന്ന കുടുംബങ്ങൾക്ക് ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും സർക്കാർ നൽകും. തൃശൂർ നഗരത്തിൽ പഴയകാലത്തുണ്ടായ കാനകളും തോടുകളും വിസ്തൃതി കൂട്ടേണ്ട സാഹചര്യമാണ് ഇപ്പോഴത്തെ കനത്ത മഴകൾ ഉണ്ടാക്കിയിരിക്കുന്നതെന്നും ഇതിനായി കോർപ്പറേഷൻ PWDയും ദേവസ്വം ബോർഡുമായി കൂടിയാലോചിച്ച് കാനകളും തോടുകളും സർവേ നടത്തി ആവശ്യമെങ്കിൽ സ്ഥലം ഏറ്റെടുത്ത് വികസിപ്പിക്കുമെന്ന് മേയർ എം.കെ. വർഗീസ് പറഞ്ഞു. അശാസ്ത്രീയമായിട്ടുള്ള പഴയ കാനകളാണ് അധികവും. കാരണം നമുക്കറിയാം, പണ്ട് കാലത്ത് ഇതൊക്കെ ചതുപ്പ് നിലങ്ങൾ തന്നെയായിരുന്നു. മാറി വരുന്ന മുനിസിപ്പാലിറ്റികളുടെ ഇവിടുത്തെ അന്നത്തെ ഭരണാധികാരികൾ ഇത് നോക്കാതെ തന്നെ ഇവിടെ നിന്ന് സാങ്ഷൻ കൊടുക്കുകയും ഒപ്പം തന്നെ ഇവിടെ നിന്ന് സാങ്ഷൻ കൊടുത്തില്ലെങ്കിൽ സർക്കാരിൽ പോയി സാങ്ഷൻ വാങ്ങിച്ച് സ്വന്തം ഇഷ്ടത്താൽ ഇവിടെ ചതുപ്പ് നിലമായിരുന്ന പല സ്ഥലങ്ങളിൽ വലിയ വലിയ ഹൈറൈസ്ഡ് ബിൽഡിംഗ് വന്നിട്ടുണ്ട്. അതനുസരിച്ച് കാനകളുടെ വലിപ്പം വളരെ കുറഞ്ഞുപോയി. ആദ്യം വെള്ളം വന്നു കഴിഞ്ഞാൽ പോകാവുന്ന വിധത്തിലുള്ള കാനകൾ സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ദേവസ്വവും അതുപോലെ തന്നെ ഇവിടുത്തെ PWD ഡിപ്പാർട്ട്മെൻറ്റും അടക്കം ഇരുന്നുകൊണ്ട് എക്വയർ ചെയ്യേണ്ട സ്ഥലങ്ങളൊക്കെ എക്വയർ ചെയ്യാൻ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം കുറഞ്ഞ സമയം കൊണ്ട് വലിയ തോതിൽ ജലപ്രവാഹം ഉണ്ടാക്കുന്ന മഴ പെയ്യുന്നതിനാൽ അത്രയും വെള്ളത്തിന് പെട്ടെന്ന് ഒഴുകിപ്പോകാനാകാത്തതാണ് താൽക്കാലിക വെള്ളക്കെട്ടുകൾക്കിടയാക്കുന്നത്. ചതുപ്പുകളും പാടങ്ങളും നിറഞ്ഞ സ്ഥലത്ത് മാറി മാറി വന്ന ഭരണാധികാരികളിൽ സ്വാധീനം ചെലുത്തി ചില വൻകിട സ്ഥാപനങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതാണ് വെള്ളക്കെട്ട് ഗുരുതരമാക്കാൻ ഇടയാക്കിയതെന്നും മേയർ കൂട്ടിച്ചേർത്തു. TCV ന്യൂസ്, തൃശൂർ.